ഹേ സ്തോതാര കവീന്ദ്രാസ്തമിഹ ഖലു യഥാ ചേതയധ്വേ തഥൈവ വ്യക്തം വേദസ്യ സാരം പ്രണുവത ജനനോപത്തലീലാ കഥാഭിः जानन्दश्चास्य नामान्यखिल सुखकराणीति सङ्कीर्तयध्वं हे विष्णो कीर्तनाद्यै तव खलु महतस्तत्त्वबोधं भजेयम् हे स्तोतार कवीन्द्रास्तमिह खलु यथा चेतयध्वे तथैव व्यक्रं वेदस्य सारं प्रणुवत जननोपत्तलीला कथाभिः जानन्दश्चास्य नामान्यखिल सुखकराणीति सङ्कीर्तयध्वं हे विष्णो कीर्तनाद्यैस्तव खलु महतस्तत्त्वबोधं भजेयम्. 99-ാം ദശകം 3-ാം ശ്ലോകമാണ് ഇപ്പൊ ചൊല്ലിയത്. ശ്ലോകം വിസ്തരിക്കുമ്പോൾ ഹേ സ്തോതാര കവീന്ദ്രാഹ എന്ന് പറയുന്നു ശ്ലോകത്തില്. ഹേ സ്തോതാര കവീന്ദ്രാഹ എന്ന് പറയുമ്പോ അല്ലയോ സ്തുതിക്കുന്നവരായ കവിശ്രേഷ്ഠന്മാരെ എന്നാണ്. ഹേ സ്തോതാര കവീന്ദ്രാഹ അല്ലയോ സ്തുതിക്കുന്നവരായ കവിശ്രേഷ്ഠന്മാരെ എന്നാണ്. അപ്പോ സ്തുതിക്കുന്നവർ എന്ന് പറയുമ്പോൾ പണ്ട് രാജാക്കന്മാരെ പ്രതിഫലം ഇച്ഛിച്ച് സ്തുതിച്ചിരുന്ന സ്തുതിപാഠകന്മാർ ഉണ്ടായിരുന്നു. അവർ പ്രതിഫലം ഇച്ഛിച്ച് രാജാക്കന്മാരെ സ്തുതിക്കുന്നു. പിന്നെ അതുപോലെ സ്ത്രീകളെ സ്തുതിക്കുന്നവർ, ഈ രാജാക്കന്മാരെ സ്തുതിക്കുന്നത്, സ്ത്രീകളെ സ്തുതിക്കുന്നത് ഒക്കെ ക്ഷുദ്രങ്ങളായ, അതായത് നിസ്സാരങ്ങളായ സ്തുതികളാണ് എന്ന് പറയുന്നു. അപ്പോ കവിശ്രേഷ്ഠന്മാരോട്, സ്തുതിക്കുന്നവരായ കവിശ്രേഷ്ഠന്മാരോട് പറയുന്നു എന്താണ്? ഹേ സ്തോതാര കവീന്ദ്രാഹ, അല്ലയോ സ്തുതിക്കുന്നവരായ കവിശ്രേഷ്ഠന്മാരെ, യഥാ ചേതയധ്വേ തഥാ ഏവ ജനനോപാത്ത ലീലാ കഥാഭി ഇഹ തം പ്രണുവത ഖലു എന്നാണ് ശ്ലോകത്തിൽ പറയുന്നത്. ഹേ സ്തോതാര കവീന്ദ്രാഹ, അല്ലയോ സ്തുതിക്കുന്നവരായ കവിശ്രേഷ്ഠന്മാരെ, യഥാ ചേതയധ്വേ തഥാ ഏവ ജനനോപാത്ത ലീലാ കഥാഭി ഇഹ തം പ്രണുവത ഖലു എന്ന് പറയുമ്പോൾ, അല്ലയോ സ്തുതിക്കുന്നവരായ കവിശ്രേഷ്ഠന്മാരെ, എപ്രകാരമാണോ നിങ്ങൾ അറിയുന്നത് എന്നാണ്. യഥാ ചേതയധ്വേ എന്ന് പറയുമ്പോൾ എപ്രകാരമാണോ നിങ്ങൾ അറിയുന്നത്, തഥാ ഏവ അപ്രകാരം തന്നെ, ജനനോപാത്ത ലീലാ കഥാഭി എന്ന് പറയുമ്പോൾ അവതാരങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്ന ലീലാ കഥകളോട് കൂടി എന്നാണ്. ജനനോപാത്ത ലീലാ കഥാഭി എന്ന് പറയുമ്പോൾ അവതാരങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്ന ലീലാ കഥകളോട് കൂടി, ഇഹ തം പ്രണുവത ഖലു ഇവിടെ
അവനെ നിങ്ങൾ സ്തുതിച്ചാലും. ഇഹ തം പ്രണുവത ഖലു എന്ന് പറയുമ്പോൾ ഇവിടെ അവനെ നിങ്ങൾ സ്തുതിച്ചാലും. അപ്പോ ഹേ സ്തോതാര കവീന്ദ്രാഹ, അല്ലയോ സ്തുതിക്കുന്നവരായ കവിശ്രേഷ്ഠന്മാരെ, നിങ്ങൾ യഥാ ചേതയധ്വേ തഥാ ഏവ ജനനോപാത്ത ലീലാകഥാഭി ഇഹ തം പ്രണുവത ഖലു, അല്ലയോ സ്തുതിക്കുന്നവരായ കവിശ്രേഷ്ഠന്മാരെ, എപ്രകാരമാണോ നിങ്ങൾ അറിയുന്നത്, യഥാ ചേതയധ്വേ തഥാ ഏവ അപ്രകാരം തന്നെ, ജനനോപാത്ത ലീലാകഥാഭി അവതാരങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്ന ലീലാകഥകളോടുകൂടി, ഇഹ തം പ്രണുവത ഖലു ഇവിടെ അവനെ നിങ്ങൾ സ്തുതിച്ചാലും. അപ്പൊ നിസ്സാരങ്ങളായിട്ടുള്ള സ്തുതികൾക്ക് പകരം ഇപ്രകാരം സ്തുതിക്കാനാണ് കവിശ്രേഷ്ഠന്മാരോട് പറയുന്നു. അതാണ് ഹേ സ്തോതാര കവീന്ദ്രാഹ യഥാ ചേതയധ്വേ തഥാ ഏവ ജനനോപാത്ത ലീലാകഥാഭി ഇഹ തം പ്രണുവത ഖലു, അല്ലയോ സ്തുതിക്കുന്നവരായ കവിശ്രേഷ്ഠന്മാരെ, എപ്രകാരമാണോ നിങ്ങൾ അറിയുന്നത് അപ്രകാരം തന്നെ അവതാരങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്ന ലീലാ കഥകളോടുകൂടി, അവതാരങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്ന ലീലാ കഥകളോടുകൂടി, ഇഹ തം പ്രണുവത ഖലു ഇവിടെ അവനെ നിങ്ങൾ സ്തുതിച്ചാലും. പിന്നെ പറയണു വേദസ്യ വ്യക്തം സാരം ജാനന്ത, വേദത്തിന്റെ വ്യക്തമായ സാരം, അതായത് വേദങ്ങൾ പ്രതിപാദിക്കുന്ന മുഖ്യ വസ്തുവിനെ, അല്ലെങ്കിൽ വേദങ്ങൾ എല്ലായ്പ്പോഴും സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുവിനെ അറിയുന്നവരായ മഹാത്മാക്കളെ എന്നാണ്. വേദസ്യ വ്യക്തം സാരം ജാനന്ത എന്ന് പറയുമ്പോൾ വേദത്തിന്റെ വ്യക്തമായ സാരം, അതായത് വേദങ്ങൾ പ്രതിപാദിക്കുന്ന മുഖ്യമായ വസ്തുവിനെ, അല്ലെങ്കിൽ വേദങ്ങൾ എല്ലായ്പ്പോഴും സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുവിനെ അറിയുന്നവരായ മഹാത്മാക്കളെ എന്നാണ്. ജാനന്ത എന്നൊക്കെ പറയുമ്പോൾ മഹാത്മാക്കളെ. അസ്യ നാമാനി അഖില സുഖകരാണി ഇതി സങ്കീർത്തയധ്വം. അസ്യ നാമാനി അഖില സുഖകരാണി ഇതി സങ്കീർത്തയധ്വം എന്ന് പറയുമ്പോൾ ഇവന്റെ നാമങ്ങളെ എല്ലാവർക്കും സുഖത്തെ ഉണ്ടാക്കുന്നവയാണ് എന്നറിഞ്ഞ് കീർത്തിച്ചാലും. അസ്യ നാമാനി അഖില സുഖകരാണി ഇതി സങ്കീർത്തയധ്വം എന്ന് പറയുമ്പോൾ ഇവന്റെ നാമങ്ങളെ എല്ലാവർക്കും സുഖത്തെ ഉണ്ടാക്കുന്നവയാണ് എന്നറിഞ്ഞ് കീർത്തിച്ചാലും. പിന്നെ പറയണു ഹേ വിഷ്ണു മഹത തവ കീർത്തനാദ്യൈഹി തത്വബോധം ഭജേയം ഖലു. ഹേ വിഷ്ണു മഹത തവ കീർത്തനാദ്യൈഹി തത്വബോധം ഭജേയം ഖലു എന്ന് പറയുമ്പോൾ, അല്ലയോ വിഷ്ണു ഗുരുവായൂരപ്പ, വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഗുരുവായൂരപ്പ, മഹത തവ കീർത്തനാദ്യൈഹി എന്ന് പറയുമ്പോൾ മഹാനായ അങ്ങയുടെ നാമസങ്കീർത്തനം, പൂജ മുതലായവയെ കൊണ്ട് തത്വബോധം ഭജേയം ഖലു പരമാർത്ഥ തത്വത്തെക്കുറിച്ചുള്ള അറിവിനെ ഭജിക്കാം. തത്വബോധം ഭജേയം ഖലു എന്ന് പറയുമ്പോൾ പരമാർത്ഥ തത്വത്തെക്കുറിച്ച്, തത്വബോധം ഭജേയം ഖലു പറയുമ്പോൾ പരമാർത്ഥ തത്വത്തെക്കുറിച്ചുള്ള അറിവിനെ ഭജിക്കാം. അപ്പോ ഹേ വിഷ്ണു മഹത തവ കീർത്തനാദ്യൈഹി തത്വബോധം ഭജേയം ഖലു എന്ന് പറയുമ്പോൾ
അല്ലയോ വിഷ്ണു ഗുരുവായൂരപ്പ, മഹാനായ അങ്ങയുടെ നാമസങ്കീർത്തനം, പൂജ മുതലായവയെ കൊണ്ട് തത്വബോധം ഭജേയം ഖലു, പരമാർത്ഥ തത്വത്തെക്കുറിച്ചുള്ള അറിവിനെ ഭജിക്കാം. അതായത് ഗുരുവായൂരപ്പ, സർവേശ്വരനായ അങ്ങയുടെ പരമാർത്ഥ തത്വത്തെ ഗ്രഹിച്ചുകൊള്ളാം. ഒരു പ്രാവശ്യം കൂടി പറയാം. ഹേ സ്തോതാര കവീന്ദ്രാഹ, അല്ലയോ സ്തുതിക്കുന്നവരായ കവിശ്രേഷ്ഠന്മാരെ, നിങ്ങൾ രാജാക്കന്മാരെ സ്തുതിക്കുന്നു. പ്രതിഫലം ഇച്ഛിച്ച് രാജാക്കന്മാരെ സ്തുതിക്കുന്നു, സ്ത്രീകളെ സ്തുതിക്കുന്നു. അത് നിർത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ്. സ്തുതിക്കുന്നവരായ കവിശ്രേഷ്ഠന്മാരോട് പറയണു, ഹേ സ്തോതാര കവീന്ദ്രാഹ, നിങ്ങൾ സ്തുതിക്കുന്നവരായ കവിശ്രേഷ്ഠന്മാരെ, നിങ്ങൾ യഥാ ചേതയധ്വേ തഥാ ഏവ ജനനോപാത്ത ലീലാകഥാഭി ഇഹ തം പ്രണുവതാ ഖലു. അല്ലയോ സ്തുതിക്കുന്നവരായ കവിശ്രേഷ്ഠന്മാരെ, നിങ്ങൾ എപ്രകാരമാണോ അറിയുന്നത് അപ്രകാരം തന്നെ ജനനോപാത്ത ലീലാകഥാഭി എന്ന് പറയുമ്പോൾ അവതാരങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്ന ലീലാകഥകളോട് കൂടി ഇഹ തം പ്രണുവതാ ഖലു, ഇവിടെ അവനെ നിങ്ങൾ സ്തുതിച്ചാലും. ഇഹ തം പ്രണുവതാ ഖലു എന്ന് പറയുമ്പോൾ ഇവിടെ അവനെ നിങ്ങൾ സ്തുതിച്ചാലും. പിന്നെ പറയുന്നു, വേദസ്യ വ്യക്തം സാരം ജാനന്ത. വേദസ്യ വ്യക്തം സാരം ജാനന്ത എന്ന് പറയുമ്പോൾ വേദത്തിന്റെ വ്യക്തമായ സാരം, അതായത് വേദങ്ങൾ പ്രതിപാദിക്കുന്ന മുഖ്യ വസ്തുവിനെ, വേദങ്ങൾ എല്ലായ്പ്പോഴും സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുവിനെ അറിയുന്നവരായ മഹാത്മാക്കളെ. വേദസ്യ വ്യക്തം സാരം ജാനന്ത, വേദത്തിന്റെ വ്യക്തമായ സാരം, അതായത് വേദങ്ങൾ പ്രതിപാദിക്കുന്ന മുഖ്യ വസ്തുവിനെ, അല്ലെങ്കിൽ വേദങ്ങൾ എല്ലായ്പ്പോഴും സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുവിനെ അറിയുന്നവരായ മഹാത്മാക്കളെ എന്നാണ്. ജാനന്ത എന്നൊക്കെ പറയുമ്പോൾ വേദസ്യ വ്യക്തം സാരം ജാനന്ത, വേദത്തിന്റെ വ്യക്തമായ സാരം, അതായത് വേദങ്ങൾ പ്രതിപാദിക്കുന്ന മുഖ്യ വസ്തുവിനെ, അല്ലെങ്കിൽ വേദങ്ങൾ എല്ലായ്പ്പോഴും സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുവിനെ അറിയുന്നവരായ മഹാത്മാക്കളെ. അസ്യ നാമാനി അഖില സുഖകരാണി ഇതി കീർത്തയധ്വം, ഇവന്റെ നാമങ്ങളെ എല്ലാവർക്കും സുഖം ഉണ്ടാക്കുന്നവയാണ് എന്നറിഞ്ഞ് സങ്കീർത്തയധ്വം, നിങ്ങൾ കീർത്തിച്ചാലും. അപ്പോ അസ്യ നാമാനി അഖില സുഖകരാണി ഇതി സങ്കീർത്തയധ്വം, ഇവന്റെ നാമങ്ങളെ എല്ലാവർക്കും സുഖത്തെ ഉണ്ടാക്കുന്നവയാണ്. അഖില സുഖകരാണി ഇതി എന്നൊക്കെ പറയുമ്പോൾ ഇവന്റെ നാമങ്ങളെ എല്ലാവർക്കും സുഖം ഉണ്ടാക്കുന്നവയാണ് എന്നറിഞ്ഞ് സങ്കീർത്തയധ്വം, നിങ്ങൾ കീർത്തിച്ചാലും. ഹേ വിഷ്ണു മഹത തവ കീർത്തനാദ്യൈഹി തത്വബോധം ഭജേയം, അല്ലയോ വിഷ്ണു ഗുരുവായൂരപ്പ, മഹാനായ അങ്ങയുടെ നാമസങ്കീർത്തനം, പൂജ മുതലായവയെ കൊണ്ട് എന്ന് പറയാം. ഹേ വിഷ്ണു മഹത തവ കീർത്തനാദ്യൈഹി, അല്ലയോ വിഷ്ണു ഗുരുവായൂരപ്പ, മഹാനായ അങ്ങയുടെ നാമസങ്കീർത്തനം, പൂജ മുതലായവയെ കൊണ്ട് തത്വബോധം ഭജേയം, പരമാർത്ഥ തത്വത്തെക്കുറിച്ചുള്ള അറിവിനെ ഭജിക്കാം. ഗുരുവായൂരപ്പ, സർവേശ്വരനായ അങ്ങയുടെ
പരമാർത്ഥ തത്വത്തെ ഗ്രഹിച്ചു കൊള്ളാം.